നമസ്കാരം. ഹൈപ്പ് വേഴ്സസ് റിയാലിറ്റി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണി കണ്ട എക്കാലത്തെയും വലിയ ഹൈപ്പുകളിലൊന്നായ റിലയൻസ് പവറിനെക്കുറിച്ചാണ്. 2008-ൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വലിയ IPOയുമായി വന്ന കമ്പനി. 450 രൂപയായിരുന്നു അന്ന് ഒരു ഷെയറിന്റെ വില. 73 മടങ്ങ് അധികം ആളുകളാണ് അന്ന് ആ ഷെയർ വാങ്ങാൻ മത്സരിച്ചത്. 28,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ലിസ്റ്റിംഗ് ദിനം തന്നെ വില തകർന്നു. നിക്ഷേപകരെ ശാന്തരാക്കാൻ കമ്പനി 3:5 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകിയെങ്കിലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമുണ്ടായില്ല. ഇന്ന് ആ ഓഹരിയുടെ വില 25 രൂപയ്ക്ക് അടുത്താണ്. എന്താണ് അനിൽ അംബാനിയുടെ ഈ കമ്പനിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആദ്യത്തെ വലിയ തിരിച്ചടി 2010-ലാണുണ്ടായത്. റിലയൻസ് പവറിന്റെ പല വലിയ പ്രോജക്റ്റുകളും റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു തുടങ്ങിയത്. എന്നാൽ സുപ്രീം കോടതി വിധി മുകേഷ് അംബാനിക്ക് അനുകൂലമായതോടെ റിലയൻസ് പവറിന് ഗ്യാസ് കിട്ടാതെയായി. ഇതോടെ കൃഷ്ണപട്ടണം പോലെയുള്ള പല വമ്പൻ പ്രോജക്റ്റുകളും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് 2024-25 കാലഘട്ടത്തിൽ റിലയൻസ് പവർ ഡെപ്റ്റ് ഫ്രീ ആയി എന്ന വാർത്ത പരന്നതോടെ ഓഹരി വില പെട്ടെന്ന് കുതിച്ചു. എന്നാൽ ഇതൊരു വലിയ ട്രാപ്പായിരുന്നു. യഥാർത്ഥത്തിൽ കമ്പനി സ്റ്റാൻഡ് അലോണായി മാത്രമാണ് കടം വീട്ടിയത്, അതായത് പ്രധാന കമ്പനിയുടെ കടം മാത്രം. എന്നാൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്ന സബ്സിഡിയറി കമ്പനികൾ ഉൾപ്പെടെയുള്ള കൺസോളിഡേറ്റഡ് കണക്കുകൾ നോക്കിയാൽ കമ്പനിക്കിപ്പോഴും 15,000 കോടി രൂപയ്ക്ക് മുകളിൽ കടമുണ്ട്. ഈ വ്യത്യാസം സാധാരണ നിക്ഷേപകർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇതിലും വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ് 2025-26 കാലഘട്ടത്തിൽ പുറത്തുവന്നത്. കേന്ദ്ര ഏജൻസിയായ സെക്കിയുടെ ബാറ്ററി സ്റ്റോറേജ് കരാർ നേടാൻ കമ്പനി 68 കോടി രൂപയുടെ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി ഹാജരാക്കിയെന്ന് കണ്ടെത്തി. ഫിലിപ്പീൻസിലെ മനിലയിലുള്ള ഫസ്റ്റ് റാൻഡ് ബാങ്ക് എന്ന വിദേശ ബാങ്കിന്റെ പേരിലാണ് വ്യാജരേഖ ഉണ്ടാക്കിയത്. എന്നാൽ അന്വേഷണത്തിൽ ആ ബാങ്കിന് അവിടെ അങ്ങനെ ഒരു ബ്രാഞ്ച് തന്നെ ഇല്ല എന്ന് തെളിഞ്ഞു. ഇതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി റിലയൻസ് പവർ അവരുടെ മറ്റൊരു സബ്സിഡിയറി കമ്പനിയായ റോസ പവറിൽ നിന്ന് 6.33 കോടി രൂപ ഒരു വ്യാജ ഷെൽ കമ്പനിക്ക് കൈമാറിയെന്നും ED കണ്ടെത്തി. കമ്പനിയുടെ CFO ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. സെക്കി ഇവരെ ടെൻഡറുകളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. കമ്പനിയുടെ ഏറ്റവും പുതിയ Q3 ഫിനാൻഷ്യൽ റിസൾട്ട് പ്രകാരം ലാഭം 40% ഇടിഞ്ഞ് വെറും 25 കോടി രൂപയായി ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള പാഠമിതാണ്: കേവലം ഡെപ്റ്റ് ഫ്രീ എന്ന വാർത്തയോ ഹൈപ്പോ കണ്ട് മാത്രം പണം നിക്ഷേപിക്കരുത്. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും കോർപ്പറേറ്റ് ഗവേണൻസും കൃത്യമായി പഠിക്കുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.